ഗുഡ് മോർണിംഗ് സുന്ദരീസ്. അപ്പോൾ നമ്മൾ പോവാട്ടോ. പാക്ക് ചെയ്യണം. എനിക്ക് പാക്ക് ചെയ്യണം. എൻ്റെ ഒക്കെ മൊത്തം സെറ്റാണ്. ഇങ്ങനെയായ അവസ്ഥ. അപ്പോൾ ഇത് എല്ലാം നമുക്ക് പഴയ പോലെ ആക്കണം. ഞാൻ ഓർഗനൈസിങ്ങിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ ഈ പെട്ടി ഇങ്ങനെ ഒതുക്കണ കാര്യത്തിൽ കുറേയൊക്കെ മെച്ചപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതേപോലെ തന്നെ ഏട്ടനും പറയാറുണ്ട് കേട്ടോ. ഏട്ടൻ്റെ അടുത്ത് ഇത്തവണത്തെ ട്രിപ്പിൽ പറയുകയും ചെയ്തു, നീ പണ്ടത്തെ അത്ര മോശമില്ല കേട്ടോ, കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, ആൾക്ക് പാക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇങ്ങനെ പാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു റുട്ടീനാണ്. നമ്മൾ ബ്രഷൊക്കെ ചെയ്യില്ല, അതുപോലെയാണ്. അതുപോലെ ഏട്ടൻ എൻ്റെ പെട്ടി ഫുള്ള് പക്ക പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും എൻ്റെ ഇമ്മക്കുട്ടിയുടെയും പാക്ക് ചെയ്യണം. ഇമ്മയുടെയും ഓൾറെഡി സെറ്റാണ്. എൻ്റെ ഈ പറഞ്ഞ പോലെ വാഷ് ചെയ്യാനുള്ളതെല്ലാം കൂടിയിട്ട് ഈ വലിയ കവർ ഉണ്ടല്ലോ, ഇത് വാഷ് ചെയ്യാനുള്ളതാണ്. പിന്നെ വെയിലത്തിടാനുള്ളത്, അതായത് കഴുകണ്ട, ജസ്റ്റ് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കാനുള്ള അങ്ങനെ ജാക്കറ്റ്സ് അങ്ങനെ ഉണ്ടല്ലോ, അത് വേറെ. പിന്നെ ഇടാത്തത് ഒരു 2 ജോഡി ഡ്രസ്സുണ്ട്, അത് വേറെ. അങ്ങനെ വെവ്വേറെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി പെറുക്കി കൂട്ടി നമുക്ക് പെട്ടിയിലിട്ട് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണാലിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ബസ്സിൽ പോകും. ഓക്കെ, അപ്പോൾ എന്നിട്ട് രാവിലെ നേരത്തെ നമ്മൾ ഡൽഹിയിലെത്തും. എന്നിട്ട് നമ്മൾ വിചാരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് നേരെ പോകാമെന്നാണ്. വൈകിട്ട് 4:30ക്കാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ സമയമുണ്ട്. അവിടെയാണ് പ്രശ്നം വരണത്. പക്ഷേ നമ്മൾ ഇനിയും വേറെ റൂം എടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ വലിയ എക്സ്പെൻസാണ്. അപ്പോൾ കുറച്ച് സഹിച്ചിട്ടാണെങ്കിൽ എയർപോർട്ടിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇത്ര നേരത്തെ എയർപോർട്ടിലേക്ക് കടത്തുമോ എന്നുള്ളത് വേറൊരു ചോദ്യം. നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കണ്ടത്. എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാം. അത് ഞാൻ കാര്യമായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ രാവിലെയല്ലേ കഴിക്കണേ, അപ്പോൾ നമ്മൾ രാത്രിയെ കഴിക്കേണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കേണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും കേട്ടോ. ഇതിപ്പോൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്, ഇതിന് ചാർജില്ല. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ചാർജിൻ്റെ ഒപ്പം തന്നെ ഇത് ആയിപ്പൊക്കോളും. അങ്ങനെ വയറ് നിറച്ച് കഴിച്ചു. ഇനിയിപ്പോൾ ഞാനും ഇമ്മക്കുട്ടിയും കൂടെ റെഡി ആവുകയാണ്. ഏട്ടൻ അവിടെ കിടന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഇൻസ്റ്റ അല്ലാന്ന് തോന്നുന്നു, കാരണം ആൾക്ക് ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഇല്ല. എപ്പോഴും പറയുന്നുണ്ട് അടുത്ത്, വല്ലപ്പോഴും എടുക്കും കേട്ടോ ഇൻസ്റ്റ അക്കൗണ്ട്. എന്നെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. എന്നാൽ തന്നെ എന്നോട് പറയും, നിൻ്റെ സ്റ്റോറീസും റീലും മാത്രം കണ്ടാൽ തന്നെ എത്ര സമയമാണ് പോവാം, അതുപോലെ തന്നെ വേറെ സജഷൻസൊക്കെ വരും, അപ്പോൾ കുറേ സമയം പോണു, അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എപ്പോഴും അത് എൻ്റെ ജസ്റ്റ് വന്ന് നോക്കും, എന്നിട്ട് ഏട്ടൻ അൺഇൻസ്റ്റാൾ ചെയ്ത് പോകും. അങ്ങനെയാണ് ചെയ്യണത്. സോഷ്യൽ മീഡിയയും ആളും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഞാനാണെങ്കിൽ 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഞാൻ സിറം അപ്ലൈ ചെയ്തു, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തണുപ്പല്ലേ അപ്പോൾ പിന്നെ എന്തിനാ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. തണുപ്പാണെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം കേട്ടോ. നമുക്ക് ആക്ച്വലി ഈ ബ്ലൂ സ്ക്രീൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ വരുന്ന വെളിച്ചം നമ്മുടെ സ്കിന്നിനും കണ്ണിനൊക്കെ കേടാണ്. അങ്ങനെ അത്രയും ഈ വെളിച്ചവും എസ്പെഷ്യലി ഈ സൺലൈറ്റ് ആണെങ്കിലും ബ്ലൂ ലൈറ്റും ഒക്കെ ഹാംഫുള്ളാന്ന് പറയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ മസ്റ്റാണ്. പിന്നെ ഇമ്മുൻ്റെ മുടിയൊക്കെ കെട്ടി, അതിൻ്റെ ഇടയിൽ ആ വള്ളിയൊക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെയോ ഇമ്മുക്കുട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഊരിയൊന്ന് റെഡിയാക്കി ഇമ്മുനെ റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനി ഫൈനൽ ചെക്കിങ്ങിനായിട്ട് ഏട്ടൻ വന്നിട്ടുണ്ട്. അത് ഞാൻ നോക്കാൻ പറയും, കാരണം എനിക്ക് പെട്ടി അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സാധനങ്ങൾ കൂടിയല്ലോ, അപ്പോൾ ആളിങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം പിന്നെ നമ്മൾ പറഞ്ഞു ഇമ്മക്കുട്ടിയുടെ അടുത്ത് കയറിയിരുന്നു അവളെ. അപ്പോൾ ഇമ്മ ഭയങ്കര ഹാപ്പി, ചാടിയിരുന്ന് ഫുള്ള് നല്ല അടിപൊളിയായിട്ട് അടച്ച് ഏട്ടനെടുത്ത് നോക്കാനിങ്ങനെ ഏട്ടനിങ്ങനെ അടയ്ക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്, എത്ര ഉണ്ടാവുമോ എന്നുള്ള രീതിക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല വെയിറ്റ് തോന്നുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, 3 ആൾക്കും കൂടി 45 കിലോ അല്ലേ, എന്തായാലും ഇതിനകത്ത് ഫിറ്റ് ആയിക്കോളും. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ സംശയം വെയിറ്റ് കൂടുമോ എന്നുള്ളതാണ്. വെയിറ്റ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ, അപ്പോൾ നോക്കാം. ഒക്കെ ഭയങ്കര ഡ്രൈയും കണ്ട അവിടെയൊക്കെ പാട്. എനിക്കിപ്പോഴാണ് കേട്ടോ ശരിക്കും എനിക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, നമുക്ക് ഈ 35 ഒക്കെ ആകുമ്പോൾ കറക്റ്റ് നമുക്ക് പെട്ടെന്നായിരിക്കും ആ പ്രായത്തിൻ്റെ ഒരു സ്കിന്നിലൊക്കെ ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുക. നമ്മുടെ സ്കിന്നിലെ കൊളാജനും അതൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു ഡിഫറൻസ് കാണാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലായത്. കണ്ടോ ഈ പോഴ്സ് എനിക്കിത് ഈ വർഷമാണ് കേട്ടോ ഈ പോഴ്സ് എനിക്ക് വന്നത്.
അപ്പോൾ അതൊക്കെ എനിക്ക് നോക്കണം എന്നുണ്ട്. നമുക്ക് പോഴ്സ് ആണെങ്കിലും നിയാസിൻമൈഡും കോജിക് ആസിഡും ഒക്കെ നല്ലതല്ല. ഒക്കെ നമ്മൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ ബെറ്ററാവും. എന്നാലും എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് പ്രായത്തെ തടുത്ത് നിർത്താൻ അങ്ങനെയൊന്നും പറ്റില്ല. അൺലെസ് അൺടിൽ നമ്മളിങ്ങനെ സർജറി ആയിട്ട് ബൊട്ടോക്സും അതും ഇതൊക്കെ ചെയ്യുന്നു, ഫില്ലേഴ്സും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതും നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നേ തന്നെയൊക്കെ ചെയ്തു തുടങ്ങണം. എന്ന് വെച്ചാൽ പ്രായമായതിന് ശേഷമല്ല, കഴിവതും മുന്നേ തന്നെ കുറച്ച് അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറേ കൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക. പക്ഷെ അത് ഒരാളുടെ ചോയ്സ് വേണോ വേണ്ടയോ എന്നുള്ളത് നമുക്കത് വേണ്ട, അങ്ങനെ പറ്റില്ല. അതിന് പക്ഷേ നല്ല ഇഷ്ടംപോലെ പൈസ വേണം കേട്ടോ, അതും വേറൊരു കാര്യമാണ്. അത് ആരും സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നു അതിനെക്കുറിച്ച്. ഇതൊക്കെ ഇഷ്ടം പോലെ പൈസ വേണം, നമ്മൾ പൈസ പോടാൻ വഴി അറിയില്ല. അപ്പോൾ മിഡിൽ ക്ലാസ് പീപ്പിൾ ഇറ്റ്സ് ബെറ്റർ നമ്മുടെ സ്കിൻ കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് കുറച്ചൊക്കെ ഇതാക്കാം. പിന്നെ പ്രായമാവുന്നൊരു തെറ്റും കുറ്റമൊന്നും അല്ലല്ലോ. എന്തായാലും പ്രായമാവെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ജീവിച്ചു എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്കതിൽ സന്തോഷിക്കാം. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ കുറച്ച് കാര്യമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഉത്സാഹമുണ്ട്. ഞാനൊരു ഇൻസ്പയർ ലുക്കിൻ്റെ ഷോർട്സ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. യൂട്യൂബ് വീഡിയോ ആയിട്ടല്ല, പകരം റീൽ ആൻഡ് ഷോർട്സ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് എനിക്ക് ആരതിപ്പൊടിക്ക് ശേഷം അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒന്നാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെയും കുറേ മൃണാൽ അവരുടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് നന്നായി വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊരു മലയാളം ആക്ടറിൻ്റെ ആണ്. എനിക്ക് നന്നായിട്ട് വന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയ ഉടനെ തന്നെ എനിക്കത് എഡിറ്റ് ചെയ്യണം. ഇവിടെ വന്നിട്ടും കുറേ ഷോർട്സൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ, കുറേയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. ഇനി പോയി ഇത്രയും ദിവസത്തെ ബ്ലോഗ് ഉണ്ടല്ലോ, ശരിക്കും നമ്മളിവിടെ 10 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ബ്ലോഗ് ചെയ്തിട്ടുണ്ട്, പക്ഷെ 10 വ്ളോഗിനുള്ള കണ്ടന്റ് ഇല്ല, ഒരു 7 വ്ളോഗിനുള്ള കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഇടണം എന്നാണ് വിചാരിക്കണത്. അപ്പോൾ അതുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ഇനി ഞാൻ ഒന്നും കൂടി ഒന്ന് സൂസ് പോട്ടെ. പിന്നെ ഞാൻ ഈ അത്യാവശ്യം വെയിറ്റുള്ള ഈ ജാക്കറ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അവിടെ പോയി ഷൂട് എടുക്കുകയാണെങ്കിലും എടുത്ത് കയ്യിൽ പിടിക്കാമല്ലോ. ഇതും പെട്ടിക്കകത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടിക്ക് നല്ല വെയിറ്റാണ്. 3 കിലോയോ 4 കിലോ ഒറ്റ ഉണ്ട് ഈ പെട്ടിക്ക്. 3 കിലോ എന്തായാലും ഉണ്ട്. അപ്പം അതാണ് ഒരു പ്രശ്നം. അപ്പം അങ്ങനെ നമുക്കൊന്ന് പുറത്ത് പോയി മഞ്ഞ് നോക്കണം. പുറത്ത് പോയി മഞ്ഞ് നോക്കാമല്ലേ. ഇനി നമ്മൾ താഴേക്കല്ലേ പോണേ. അപ്പം പിന്നെ മഞ്ഞ് കാണൽ കുറവാണ്. മുകളിലേക്ക് പോകുമ്പോഴാണ് മഞ്ഞ് കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഗുരുവായൂരപ്പോൾ മഞ്ഞ് കാണുന്നത്. ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുള്ളതല്ല എനിക്ക് മഞ്ഞ് കാണണം, മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് പോകണം. മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല, പക്ഷെ മഞ്ഞ് കാണാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പോവാം എന്തായാലും. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഇപ്പം എന്തായാലും നമുക്ക് പോവാം, യാത്ര ചെയ്യാം. അപ്പോൾ ഇപ്പം എല്ലാവർക്കും ആഗ്രഹിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ. ഡോണ്ട് വെറി, ഒന്നും വിഷമിക്കൊന്നും ചെയ്യാൻ കേട്ടോ. എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എന്നാലും ചേച്ചിയുടെ ആഗ്രഹം നടന്നില്ല. എനിക്ക് ഇതേപോലെ ആഗ്രഹമുണ്ട് മഞ്ഞ് പെയ്യുന്ന സ്ഥലത്ത് പോകണം, പക്ഷെ ഇതുവരെയും സാധിച്ചിട്ടില്ല. പക്ഷെ ചേച്ചിയുടെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജൊക്കെ കണ്ടായിരുന്നു. അപ്പം അതുപോലെ എല്ലാവരുടെയും ആഗ്രഹമൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങാം, പോവാം. ആ നോക്കിയേട്ടാ ഫുള്ള് എന്നെ ചെക്ക് ചെയ്യണോ? ഇനി മൂന്ന് ചെക്ക് ചെയ്യണോ? പോടാ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടാക്സിയിൽ ഈ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ എത്താം കേട്ടോ. ബസ് സ്റ്റോപ്പിലേക്ക് എത്താം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ബസ്സൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ കയറി പോവാം. അപ്പോൾ ഇതാ ബസ് കയറി. ബസ് എന്താ വെച്ചാൽ രാത്രി ഉറങ്ങാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാട്ടോ, കഴുത്ത് വേദന എടുക്കും. നമുക്ക് എന്തായാലും കിടന്നിട്ടല്ലല്ലോ, ഈ സീറ്റ് പിന്നിലേക്ക് ആക്കി അങ്ങനെ ആണല്ലോ ഉറങ്ങണേ. അപ്പോൾ അത്ര റെഡി ആവില്ല കേട്ടോ നമ്മുടെ ഉറക്കം. എനിക്കങ്ങനെ തോന്നി. പൊതുവേ ഞാൻ നന്നായിട്ട് ഉറങ്ങണ ആളാണ്, എനിക്ക് പോലും കുറച്ച് ബ്രേക്കായി. ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഉറങ്ങുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നേരിയതേ ആയിട്ടെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു കിടപ്പ് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിർത്തിയ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇമ്മ നല്ലോണം ഉറങ്ങിയിട്ടോ, കുട്ടികൾക്കൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഞാൻ കുറച്ചൊക്കെ ഉറങ്ങി. ഇനി നമുക്ക് അവിടെ ഉള്ളതാകെ പുലാവും അങ്ങനെയൊക്കെയാണ്. നമ്മൾ പുലാവ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മസാല പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഉള്ളത് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ മഷ്റൂം കറിയുണ്ട്.
അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയിട്ട്, ഞാനും ഇമ്മക്കുട്ടിയും ഏട്ടനും കൂടിയിട്ട് ഇതാണ് കഴിച്ചത്. വേറെ പ്രത്യേകിച്ചൊന്നും ഓർഡർ ചെയ്തില്ല. ഏട്ടനും വളരെ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ആക്ച്വലി ഈ പോയിന്റിലൊക്കെ മടുത്തു. വീട്ടിൽ വന്ന് ചോറും കൂട്ടാനും ഉപ്പേരിയും കഴിക്കണം, മീൻകറി കഴിക്കണം, അവിയൽ കഴിക്കണം എന്നൊക്കെയായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. 6 മണിക്ക് ഇമ്മക്കുട്ടി ഒരു ബർഗർ ഫുള്ള് കഴിച്ചു. ഐ കാൻറ്റ് ഈവൻ ബിലീവ് ദിസ് മാൻ. ഇഷ്ടമായതുകൊണ്ടാണോ വിശന്നിട്ടാണോ? രണ്ടും ഉണ്ടല്ലേ? ഇഷ്ടമാണ്, വിശപ്പുണ്ട്. ഗൈസ്, ഞങ്ങൾ ഫ്രഷായി. എന്താ പരിപാടി? എനിക്കറിയില്ല കേട്ടോ എന്താ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയ ഉടനെ തന്നെ 6 മണിക്ക് കയറ്റി കിട്ടോ. പക്ഷെ അത് പറഞ്ഞു, കുട്ടി ഉള്ളതുകൊണ്ടാണ് കയറ്റുന്നതെന്നുള്ളത് പ്രത്യേകം പറഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞാലൊക്കെ കയറ്റുള്ളൂ എന്ന്. പക്ഷേ നമുക്ക് ഈ എയർപോർട്ടിൻ്റെ ഈ ഭാഗത്ത് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനൊന്നും പറ്റില്ല. അത് 12 മണിക്കേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 12 മണി വരെ ഉണ്ട്. ഇപ്പോൾ എത്രയും സമയം? ഇപ്പോൾ 6-7 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ 7 മണി മുതൽ 12 മണി വരെ നമ്മളിവിടെ പോസ്റ്റാണ്. ഇവിടെ എയർപോർട്ടിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് ആകെ ഒറ്റൊരു കടയുണ്ടായിരുന്നുള്ളൂ, അത് ബർഗറിൻ്റെ. അപ്പോൾ അതാണ് നമ്മൾ കഴിച്ചത്. സിമ്പിളായിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ള ബർഗറാണ് കേട്ടോ കഴിച്ചത്. ഞാനധികം കഴിച്ചിട്ടില്ല. അങ്ങനെ ഇനി നമ്മൾ വെയിറ്റ് നോക്കുമായിരുന്നു പെട്ടിയുടെ. പക്കയാണ് കേട്ടോ, ഒരു പ്രശ്നമില്ല. 3 പെട്ടിയും കൂടെ നോക്കുമ്പോൾ 45-നേക്കാട്ടിനും കുറവേ വരുന്നുള്ളൂ. പിന്നെ ഇമ്മക്കുട്ടി ഇങ്ങനെ സമയം പോകാനായിട്ട് കുറേ നേരം ഇരുന്ന് വരച്ചു, വായിച്ചു, അങ്ങനെയൊക്കെ. ഏട്ടനും കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ ഫോണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി വർത്താനം പറഞ്ഞിരുന്നു, കുറച്ച് നേരം കളിച്ചു. 12 മണി വരെ തള്ളി നീക്കട്ടെ. അതിനുശേഷം പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചെത്തുമ്പോഴേക്കും സെറ്റാക്കുള്ളൂ. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാണ്. റീൽസും ഷോർട്സൊക്കെ ഞാൻ അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് ഫൂട്ടേജസ് ഡിലീറ്റ് ചെയ്യുക. കാരണം സ്പേസ് ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ ഇത്രയും നാളത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇത് ഇപ്പോൾ 12 മണി ആവാറായി. അപ്പോൾ നമുക്ക് പോവാം കേട്ടോ. നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം, ബാഗേജിൻ്റെ അവിടെ പോവാം നമുക്ക്. സുഖണ്ട എനിക്കോ? അമ്മ ഇരിക്കട്ടെ, പറ്റില്ല. ഇനിയിപ്പോൾ അത് റോസ്റ്റ് വരട്ടെ. വാട്ട് ആർ യു ഹാവിങ്? I am having one Subway. സബ്വേ. ഇമ്മക്കുട്ടി സബ്വേ ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ള. ഞാനൊരു റൈസ് ബൗൾ, അങ്ങനെയാണ്. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എനിക്കിഷ്ടമായില്ല കേട്ടോ എൻ്റെ റൈസ് ബൗൾ. എനിക്ക് ഒട്ടും സെറ്റായില്ല അത്. ഏട്ടൻ ആസ് യൂഷ്വൽ ദോശ. ഇങ്ങനത്തെ എവിടെയാണെങ്കിലും അത് കൂടുതൽ ആൾക്കാർ അതാ ഇഷ്ടം. ഇത്രയും നാൾ പുറത്തുനിന്നും കൂടി ഫുഡ് കഴിച്ചപ്പോഴേക്കും ഏട്ടൻ മടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു എക്സ്ട്രാ ഇളനീര് കൂടി പറഞ്ഞു. ഫൈനലി അല്ലേ, ഒരു ദിവസം നമ്മൾ എയർപോർട്ടിൽ, ഒരു ദിവസം, one freaking day. രാവിലെ മുതൽ അങ്ങനെ നമ്മുടെ വിസ്താര ഫ്ലൈറ്റിൽ ഫുഡ് വന്നു. ഞാൻ നോൺ വെജാണ് പറഞ്ഞത്, ഏട്ടൻ വെജാണ് പറഞ്ഞത്. നോൺ വെജ് ആണെങ്കിൽ ഈ സേമിയയും അതേപോലെ തന്നെ സേമിയ ഉപ്മാവും അതേപോലെ ചിക്കൻ സ്റ്റൂവും ആണ് കേട്ടോ. നന്നായിട്ടില്ലായിരുന്നു, എനിക്ക് തീരെ സെറ്റായില്ല. സേമിയ ഉപ്മാവ് എനിക്ക് തീരെയും പറ്റിയില്ല, കാരണം ഭയങ്കര ഓയിലി ആയിരുന്നു കേട്ടോ. പിന്നെ ഏട്ടനും സേമിയ ഉപ്മാവും വേറെ എന്തോ ഒരു കറി പോലെ എന്തോ ആയിരുന്നു, ആളും തീരെ കഴിച്ചില്ല. നന്നായിട്ടുണ്ടായിരുന്നില്ല. ഈശ്വര കഴിക്കണം, കാരണം സമയമില്ല നമുക്ക് പറയാം. നമ്മൾ കൊച്ചി എത്തി കേട്ടോ. കൊച്ചിയില്ല, നമ്മുടെ എയർപോർട്ടിലെത്തി. 10 ദിവസത്തിന് ശേഷം അല്ലേ? 10 ദിവസത്തിന് ശേഷം. അപ്പം എൻ്റെ അനിയൻ വന്നിട്ടുണ്ട് പിക്ക് ചെയ്യാനായിട്ട്. ഹാപ്പിയാണോ? ചോറ് മീൻകറി അല്ലേ? ഏട്ടൻ ഇത് ഫുഡ് കഴിച്ചില്ല കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന്. ഞാൻ പിന്നെ കുറച്ച് കഴിച്ചു. അങ്ങനെ അത്ര നന്നാവില്ല എന്തൊക്കെ പറഞ്ഞു. ഇല്ല, നമുക്ക് വഴിന്ന് കഴിക്കണം. നന്നായിട്ട് തലയിൽ എണ്ണയൊക്കെ തേച്ച് ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഇട്ട് കഴുകി ഈ മൂനെ അതേപോലെ നിറയെ എണ്ണയൊക്കെ തേച്ച് പേഞ്ചീർപ്പോണ്ടൊക്കെ ഏരി കുറച്ച് സമയം എടുത്തു. എന്നാലും നല്ല ഫ്രഷായി. അങ്ങനെ ഇമ്മു ഉറങ്ങി കേട്ടോ. ഞാൻ കൊണ്ടുപോയി കെടുത്തി 2 തട്ടി ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ വന്നിട്ട് ബാക്കി ചെറുതായിട്ട് ഒരു അൺപാക്കിംഗ് എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇനിയിപ്പോൾ മുകളിൽ സ്റ്റുഡിയോയിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അൺപാക്ക് ചെയ്യാനുള്ളതാണ്.
നിൽക്കുമ്പോൾ എനിക്കൊരു അയ്യോ ഇതൊക്കെ ഇനി ഒതുക്കി പെറുക്കി മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഇതെല്ലാം വാഷ് ചെയ്യണ്ട, ഒന്നും വാഷ് ചെയ്തിട്ടില്ലല്ലോ, എല്ലാം ഇവിടേക്ക് കൊണ്ടുവരല്ലേ ചെയ്തില്ല. അപ്പോൾ ഇനി എല്ലാം വാഷ് ചെയ്ത് മുകളിൽ കൊണ്ടുപോയി ഇട്ട് പിന്നെ ഉണങ്ങേണ്ട കാര്യം പിന്നെ ഒരു കുഴപ്പമില്ല, നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞങ്ങൾ വരണ വഴിക്ക് ഭക്ഷണം കഴിച്ചു കേട്ടോ. അവിടെ എനിക്ക് നെഞ്ച് വേദന എടുക്കണം, ഭയങ്കര ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര സമാധാനം. ഈ മുന്നേ ആയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഇമ്മയ്ക്ക് പനിയാവോ എന്നുള്ളത്. അപ്പോൾ പിന്നെ ആ സർജറി കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് ഒഴിഞ്ഞ് കിട്ടിയെന്നുള്ളതാണ്. വേറെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫുഡ് ശരിയാണ്, സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കണ പോലെ ഹെൽത്തി ആയിട്ടൊന്നുമല്ല കഴിച്ചത്. പക്ഷെ എന്നാലും അമിതമായിട്ടൊന്നും കഴിച്ചില്ല. 2 നേരമല്ലേ ഫുഡ് കഴിച്ചത് കൂടുതലും, ഉച്ച സമയം കൂടുതൽ അങ്ങ് സ്കിപ്പ് ചെയ്തല്ലോ. എനിക്കത് ഹെൽത്തി ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും അങ്ങനെ ആ രീതിക്ക് എത്തവണത്തെ ട്രിപ്പിന് പിടിച്ചത്. ഉച്ചയ്ക്ക് നമ്മൾ ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് കഴിച്ചത്. പിന്നെ രാത്രിയിലത്തെ ഫുഡാണെങ്കിലും ഒരു 7 മണി 7:30 ആകുമ്പോൾ അങ്ങ് കഴിച്ചു. അങ്ങനെ വൈൻഡപ്പ് ചെയ്താലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങോട്ട് പോയിട്ടോ. അപ്പം അങ്ങനെ എല്ലാം കൊണ്ട് ഒരു നല്ല ട്രിപ്പായിരുന്നു. നമ്മൾ തന്നെ പറ്റുന്ന രീതിയിൽ അങ്ങ് പ്ലാൻ ചെയ്ത് അങ്ങ് പോയതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്താൽ മതി. പിന്നെ ഈ മണാലിയിൽ ഇനി എത്ര കണ്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ തന്നെയാണ് കൂടുതലുള്ളത്. പിന്നെ ഈ കാശ്മീർ പോവുകയാണെങ്കിൽ അതെനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് സിമ്പിളായിട്ട് നമുക്ക് പിടിക്കാവുന്നൊരു ട്രിപ്പ് തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട്. കുറച്ച് ചിലവുണ്ട്, നമ്മൾ ഈ ബീച്ച് ലൊക്കേഷനിൽ പോണ പോലെ അല്ല കേട്ടോ. ബീച്ച് ഇപ്പോൾ ഗോവയിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് വളരെ ചിലവ് ചുരുക്കിയിട്ട് നമുക്ക് വേഗം ഓടി വരാവുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഗോവയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ട്രെയിനിൽ പോകാവുന്നതേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടില്ല, രാത്രി കയറി കിടന്നാൽ മതി. പക്ഷെ ഡൽഹിയിലേക്കൊക്കെ നമുക്ക് ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം പോകും, അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഗോവയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സുകളൊക്കെ തന്നെ മതി, വേറെ വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് എല്ലാ റേറ്റിലുള്ള കാര്യങ്ങളും ഉണ്ടാവും, ഹോട്ടൽസും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അത്യാവശ്യം സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ട്. ചില്ല് ചെയ്യണമെങ്കിൽ ചില്ല് ചെയ്യാവുന്നതാണ്, അങ്ങനെ പോയി വരാം. ഈ മൗണ്ടൻസിൽ പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. പക്ഷെ എന്നാലും മണാലി പോകണമെങ്കിൽ പറഞ്ഞ പോലെ ഡൽഹി പോയി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ അവിടെ നിന്ന് ചെയ്ത് ഡൽഹി ടു മണാലി അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പണിയുണ്ട്, നാളെ ഈ പറഞ്ഞ പോലെ എല്ലാം അൺപാക്ക് ചെയ്യണം. നമുക്കിത് ഇത്രയും വ്ളോഗ്സ് എടുത്തിട്ടുണ്ടല്ലോ, അതെല്ലാം കോപ്പി ചെയ്ത് എല്ലാം എഡിറ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനെ ബാക്കി ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങണ്ടേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. Love you. Bye.